കുമാർ മാധ്യമപ്രവർത്തകനൊപ്പം ശ്രീ ജോർജ് പൊടിബാറ മാധ്യമപ്രവർത്തകൻ ചേരുന്നു. ആദ്യം ശ്രീ എൻ ശ്രീകുമാർ, കെ സുധാകരൻ ഇപ്പോഴും കണ്ണൂരിലെ മലബാറിലെ ഏറ്റവും പ്രധാനിയായ രാഷ്ട്രീയ നേതാവാണ്. ഇപ്പോഴും കേരളമൊട്ടുക്ക് വലിയ തോതിലുള്ള ഫോളോവേഴ്സ് ആൻഡ് ഫാൻ ബേസ് ഉള്ള ഒരു നേതാവെന്ന് പറഞ്ഞാലും തെറ്റുണ്ടാവില്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ ജയിച്ച എം പിയുമാണ്. അപ്പോൾ പടിയിറങ്ങിപ്പോയ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ നിലയ്ക്ക് അപ്രസക്തനാവുന്നില്ല. അദ്ദേഹം എം പിയാണ്. ഇപ്പോഴും പകരക്കാർ ഉയർന്നു വന്നിട്ടില്ലാത്ത വിധം പ്രസക്തനായ മലബാറിലെ നേതാവുമാണ്. അദ്ദേഹം ഉയർത്തുന്ന താൻ അവഗണിക്കപ്പെട്ടു, തന്നെ ചവിട്ടിമതിച്ചു എന്ന വിമർശനം കോൺഗ്രസിനകത്ത് ഗൗരവതരമായ ചലനം ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണോ? നോക്കൂ, നിങ്ങള് ഇപ്പോൾ കേൾപ്പിച്ച ആ ഒരു അഭിമുഖത്തില് ഈ സുധാകരന്റെ വൈകാരികമായ പ്രകടനമാണ് കണ്ടത്. ആ വൈകാരികമായ പ്രകടനം കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനവുമായി ഒരു തരത്തിലും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രീ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടതിലുള്ള അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ KPCC പുനഃസംഘടനയിൽ വന്നിട്ടുള്ള ഭാരവാഹികളെ പോലെ ഒരു വിഭാഗത്തെ തനിക്ക് ലഭിച്ചിരുന്നില്ലല്ലോ എന്നും അദ്ദേഹം പറയുന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടീം ഒരു നല്ല തുടക്കത്തിന്റെ ഭാഗമാണെന്നാണ്. പിന്നെ നമ്മുടെ KPCC പ്രസിഡന്റ് പദവി എന്ന് മാത്രമല്ല, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും സ്ഥാനങ്ങളിൽ നിന്നും ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരുമ്പോൾ അവർ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം സാഹചര്യത്തിൽ അവരുടെ വികാര പ്രകടനങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ഈ സുധാകരന്റെ വികാര പ്രകടനം എന്ന് നിങ്ങൾ ഞാൻ പറയാൻ കാരണം, അത് സംഘടനയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പുതിയ സംഘടനയുടെ നേതൃത്വത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീ സണ്ണി ജോസഫിനെ കുറിച്ച്, അതുപോലെ ഒപ്പമുള്ള ടീമിനെ കുറിച്ച് ഒക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കത് ആ സുധാകരന്റെ ഇന്നത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവന ആത്മാർത്ഥതയോട് നടത്തിയതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം നല്ല KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ പാർട്ടിക്കുണ്ടായി. പക്ഷെ അദ്ദേഹം സ്ഥാനത്ത് നിന്നും ഒഴിവാകേണ്ടി വന്നു. ഈ ഒഴിവാകേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്തകൾ അദ്ദേഹം നിങ്ങളുമായി പങ്കുവെച്ചു. അതിൽ അദ്ദേഹം ഒരുപാട് പേരുടെ പേരൊന്നും ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ ഒരുപാട് പേരെ സംശയിക്കാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ചില സന്ദേശങ്ങൾ ഇതിനൊക്കെ വായിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിനേക്കാൾ നിങ്ങളുടെ ലേഖകന്മാരാണ് കൂടുതൽ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സുധാകരന്റെ ആ ഒരു പ്രസ്താവന അത് പറഞ്ഞത് നന്നായി. കാരണം എന്താ വെച്ചാൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ആളി കത്തി അവസാനിക്കുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങള് അത് അദ്ദേഹത്തിന് പെട്ടെന്നുള്ള വികാരം കൊണ്ട് പറഞ്ഞതായിരിക്കാം. കാരണം KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇവിടെ തന്നെ പ്രവർത്തിക്കാനായിരുന്നു താല്പര്യം. അദ്ദേഹം ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. പ്രത്യേക ക്ഷണിതാവ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും റോള് കൊടുക്കുന്ന ഒരു പരിപാടി കോൺഗ്രസിനില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ, അനിവാര്യമായ ഘട്ടത്തിൽ, കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെടാത്ത ചില ഘട്ടങ്ങളിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തേക്കും. പക്ഷെ അടുത്ത ഒരു 8-9 മാസത്തേക്ക് കേരള തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെയായിരിക്കും ചുമതല ഉണ്ടാവുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പിണറായി വിജയനെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് അത് CPM തന്നെ സംബന്ധിച്ചതാണ്. ഞാൻ പലവട്ടം നമ്മളെ ചർച്ചയിലെ വിഷാദറാവത്തർ ഓർമ്മയുണ്ടാകുന്ന അറിയില്ല. ശ്രീ സുധാകരനെ KPCC പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മുഖപത്രം, CPMന്റെ മുഖപത്രം എഴുതിയത് എന്തിനാണ് സുധാകരനെ പ്രസിഡന്റ് ആക്കിയതെന്ന. അത് ആ ഭയം അവരെ വിട്ടുമാറിയുന്നില്ല. അത് വിട്ടുമാറാത്തതിന്റെ ഒരു ചെറിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ CPMന്റെ മുഖപത്രം എടുത്ത് നോക്കിയാല് അവർക്ക് ഒരു കാര്യം എഴുതാൻ പറ്റിയിരുന്നില്ല. പക്ഷെ സുധാകരന്റെ, സണ്ണി ജോസഫിന്റെ ചിത്രങ്ങൾ അവര്, കാരണം നമ്മളൊരു ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പല ഭാവങ്ങൾ വരും. അത് ചിലപ്പോൾ കൈ കൊടുത്തിരിക്കുന്ന ഭാവമാകും, ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്ന ഭാവമാകാം. അപ്പൊ ഇങ്ങനെയുള്ള ചില ഭാവങ്ങൾ ഒപ്പിയെടുത്തവർ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പാർട്ടി പത്രത്തില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം 4 ദിവസമാണ് CPMന്റെ ഭയവിഹ്വലത അവരുടെ പാർട്ടി പത്രത്തിൽ തെളിഞ്ഞത്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ 4 ദിവസം മുമ്പുള്ള പത്രം എടുത്ത് നോക്കിയാൽ മതി. എത്ര ചിത്രങ്ങളാണ്. അദ്ദേഹം ലഡു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവം കണ്ടോ? ലഡു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ നമ്മൾ CPMന്റെ പത്രം നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളെ വലുതാക്കാനുള്ള ശ്രമം നടത്തുക സ്വാഭാവികമാണ്. ഞാൻ ഒന്ന് പറയാം ശ്രീകുമാർ, ദയവായി അല്പസമയം തുടരും.